everyone, welcome back to another video. This is Afra, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു MBBS സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ഈ വീഡിയോ മെയിൻലി ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ എലക്റ്റീവ്സിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓങ്കോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഓങ്കോ സർജറി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഓങ്കോളജി, നമ്മുടെ ക്യാൻസർ ഒക്കെ അല്ലേ, ക്യാൻസറിൻ്റെ മെഡിക്കൽ ഓങ്കോളജിയാണ് സാധാരണ കീമോതെറാപ്പി ആയിട്ട് വരുന്നത്. അതിൽ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ അത് എക്സ്റേസും റേഡിയേഷനും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർജറി സൈഡ്, ഈ ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ സർജറിക്കാണ് നമ്മൾ സർജറി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമ്മൾ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയാം. ഈ സർജിക്കൽ ഓങ്കോളജിയിൽ ഫസ്റ്റ് മുതൽ തുടങ്ങാം. വിശേഷം ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് മുതൽ തുടങ്ങണം എന്നാണല്ലോ. തേർഡ് ഇയർ നമുക്ക് അവസാനത്തെ കുറച്ച് കാലഘട്ടം അല്ലെങ്കിൽ ഫൈനൽ ഇയറിലെ ഫസ്റ്റത്തെ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എലക്റ്റീവ്സ് പറഞ്ഞ സംഭവമാണ്. എലക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 2 സബ്ജക്റ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് 2 സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് പോസ്റ്റിംഗ് കയറണം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത നോൺ ക്ലിനിക്കലും ക്ലിനിക്കലും ഉണ്ട് കേട്ടോ. അതിൽ നോൺ ക്ലിനിക്കൽ ഞാൻ ചൂസ് ചെയ്തത് മൈക്രോബയോളജി ആയിരുന്നു, ക്ലിനിക്കൽ ഞാൻ ചൂസ് ചെയ്തത് ഓങ്കോ സർജറി ആയിരുന്നു. ഈ ഓങ്കോ സർജറി ഞങ്ങൾ എടുത്തത് തന്നെ വലിയൊരു കോമഡിയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ആരും എടുക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷേ നെക്സ്റ്റ് ഇയർ മുതൽ ഓങ്കോ സർജറിക്ക് അത്രക്കും ഹൈപ്പ് ആയിരിക്കും. കാരണം അങ്ങനെ ഞങ്ങൾ ഓങ്കോ സർജറിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കോളേജിൽ കയറിയതിന് ശേഷം, ആ പോസ്റ്റിംഗ് പോയതിന് ശേഷം. അപ്പോൾ ഞാൻ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ സർജിക്കൽ ഓങ്കോളജി, അതിൽ മൈക്രോബയോളജിയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡ് ഹൈജീൻ ഓഡിറ്റ്, മീൻസ് ഹാൻഡ് ഹൈജീൻ കൈ കഴുകുന്നുണ്ടോയെന്ന് SICUലും PICU MICUലൊക്കെ പോയി നോക്കിയിട്ട് അവിടെ ഓഡിറ്റ് നടത്താം. മീൻസ് നമ്മൾ അവർ കാണാതെ നോക്കണം. എന്നിട്ട് അവരൊക്കെ കൈ കറക്റ്റ് കഴുകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എത്ര % ഓഫ് ആൾക്കാർ കഴുകുന്നുണ്ട്, എത്ര % ഓഫ് ആൾക്കാർ കഴുകുന്നില്ല എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു ഓഡിറ്റ് ആയിരുന്നു ഹാൻഡ് ഹൈജീൻ ഓഡിറ്റ്, മൈക്രോബയോളജി നോൺ ക്ലിനിക്കൽ. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ പാർട്ടിലേക്ക് ആയ സമയത്ത് ഞങ്ങൾ ശരിക്കും 10 ആൾക്കാരാണ് ക്ലിനിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ ഓങ്കോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ 10 ആൾക്കാരാണ്. പക്ഷേ ഈ 10 ആൾക്കാരും ഡെയിലി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു 5 ആൾക്കാരായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓങ്കോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഡേ നോ ഐഡിയ എന്താണെന്നൊന്നും അറിയില്ല. കാരണം ഈ ടെറിഷറി ക്യാൻസർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ പുറത്തുള്ളൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നു പോകണം. രാവിലെ ഒരു 8:30 ആവുന്ന സമയത്ത് ഞങ്ങൾ 5 ആൾക്കാർ നടന്നു പോകും. ഫസ്റ്റ് ഷിഫ്റ്റിലുള്ള 5 ആൾക്കാർ നടന്നു പോയി അവിടെ എത്തിയ സമയം ഫസ്റ്റ് ഡേ നമ്മളോട് ചോദിച്ചു OT ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേന്ന്. അപ്പോൾ OT ഡ്രസ്സ് കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ OT ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങളോട് കയറാൻ പറഞ്ഞു. ഉള്ളിലേക്ക് കയറിയ സമയത്താണ് സാർ പറയുന്നത്, അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സാർ പറഞ്ഞാൽ ഡോക്ടർ ശ്രീകാന്ത് സാറ്, പിന്നെ ഡോക്ടർ കുഞ്ഞി മുഹമ്മദ്, പിന്നെ ഡോക്ടർ ദിപിൻ സാർ. അപ്പോൾ ഈ 3 സാർമാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ 3 ആൾക്കാർ നമ്മൾ ഫസ്റ്റ് ശ്രീകാന്ത് സാർ വന്നിട്ട് OT ഡ്രസ്സ് എടുത്തിട്ടില്ല ചോദിച്ചു. അപ്പോൾ OT ഡ്രസ്സ് എടുത്തിട്ട് എന്നാൽ വേഗം സ്ക്രബിങ് ചെയ്തോന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ടൈം, ഞാനൊക്കെ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൽ കയറിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു OT അസിസ്റ്റൻ്റ് ആയിട്ട് കയറാൻ പോകണം. അത്രയും കാലം നമ്മൾ സർജറി ഒബ്സർവ് ചെയ്യല. അപ്പോൾ ഫസ്റ്റ് OT ഡ്രസ്സ് ഇട്ടിട്ട് ലൈക്ക് അവിടെ പോയിട്ട് സ്ക്രബിങ് ചെയ്യണം. അതിൽ നമ്മൾ അത്രയും കാലം സ്റ്റെറൈലായിട്ട് കൈ കഴുകണം. നമ്മൾ കണ്ടിട്ടില്ലേ ഈ സീരീസിലൊക്കെ കൈ ഇങ്ങനെ കഴുകിയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റെറൈലായിട്ട് കൈ കഴുകണം. മീൻസ് ആ ഒരു എന്താ പറയുക, ഒരു ബാക്ടീരിയ പോലും ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ ഫുള്ള് കൈയൊക്കെ കഴുകി ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ കൈയൊക്കെ കഴുകി അതിൻ്റെ ശേഷം അവിടെ പോയിട്ട് സ്ക്രബിങ് ചെയ്യണം. ഫസ്റ്റ് ഗ്ലൗസ് ഇടണം, അങ്ങനെ പിന്നെ നമ്മൾ ആ OTൻ്റെ ഡ്രസ്സൊക്കെ ഇടണം എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഇടാൻ ഫസ്റ്റ് എന്ന് വെച്ചാൽ നേഴ്സുമാർ നമുക്ക് പറഞ്ഞു തരും. കാരണം നമുക്കൊരു ഐഡിയ ഇല്ലത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ടൈം ചെയ്യുന്നതായതുകൊണ്ട്. അങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗ്ലൗസ് ഇട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ആദ്യമായിട്ടാണല്ലോ അതിങ്ങനെ ചെയ്യണത്. അങ്ങനെ അതിട്ട് പിന്നെ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമൊക്കെ അസിസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് OTയിലേക്ക് കയറി ഫസ്റ്റ് ടൈം. ലൈക്ക് നമുക്ക് അവിടെ ഇവിടെയും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയേണ്ടത് കൈ ഇങ്ങനെ തന്നെ വെക്കണം എന്നൊക്കെ പറയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് കയറുന്നത്. OTയിലേക്ക് കയറി ആ ഡോക്ടറെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റൊക്കെ നമ്മളോട് റിട്രാക്ടർ പിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിട്രാക്ടറൊക്കെ പിടിച്ചെടുക്കും. അങ്ങനെ ഓരോ. അപ്പോൾ നമ്മളത്രയും കാലം കുറച്ച് ദൂരത്ത് നിന്നാണ് സർജറി കാണുന്നതൊക്കെ. ഇതിപ്പോൾ നമ്മളാണ് സർജറിനെ അസിസ്റ്റ് ചെയ്യണത്. നമ്മളവിടെ ഇങ്ങനെ നിൽക്കും. ഡോക്ടർമാരാണെങ്കിൽ നല്ല ചില്ലായിരുന്നു, അവർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസിന്. അപ്പോൾ ഫസ്റ്റ് ടൈം OT കയറാന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അങ്ങനെ അസിസ്റ്റ് ചെയ്തു, കുറേ സർജറീസ് അസിസ്റ്റ് ചെയ്തു. ഒരു 3-4 എന്തായാലും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കത്തീറ്റർ ഇടാൻ നമ്മളെ പഠിപ്പിച്ചു, റൈൽസ് ട്യൂബ് ഇടാൻ പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ഇത്രയും കാലം ഡമ്മിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓങ്കോ സർജറി എടുത്തതിന് ശേഷം ഇറ്റ് ഫെൽറ്റ് റിയൽ ഹ്യൂമൻ ബോഡിയിലേക്ക് നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത് പഠിപ്പിച്ചു തന്നു. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പേടിയില്ലാതായി. ഇപ്പോൾ സൂച്ചറിങ് ഒക്കെ ആണെങ്കിലും ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സ്പോഞ്ചിലും ഡമ്മീസിലൊക്കെ. അപ്പോൾ റിയൽ ബോഡിയിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മൾ എത്ര പവർ കൊടുക്കണം, എങ്ങനെ പിടിക്കണം, ടിഷ്യൂസ് എങ്ങനെ പിടിക്കണം. നമ്മൾ വിചാരിച്ച പോലെ ഈ സാധനം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അപ്പം അതിങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഇപ്പം ഞങ്ങളിൽ ഫ്രണ്ട്സിൽ 10 ആൾക്കാരാണ് ഈ പോസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് കൂടെ അത് അസിസ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ സാറുമാരാണെങ്കിൽ അവസാനം പോകാൻ നേരത്ത് അവർ നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. നമ്മൾ അവർക്കൊരു മാഗസിനൊക്കെ കൊടുത്തു.
എല്ലാവരുടെയും ഞങ്ങളുണ്ടായിരുന്ന 10 ആൾക്കാരുടെയും ഫസ്റ്റ് OT ഡെബ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും സ്ക്രബിനൊക്കെ ചെയ്ത് നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉണ്ടാവില്ല, നമ്മൾ ഫസ്റ്റ് ടൈം കോളേജിൽ കയറിയിട്ട് ഫസ്റ്റ് ടൈം OTയിൽ അസിസ്റ്റ് ചെയ്തു എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തു. ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് ഞാൻ എപ്പോഴും ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം ശരിക്കും കുറേ പേർക്ക് അറിയില്ലായിരുന്നു ഓങ്കോ സർജറി ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ അസിസ്റ്റ് ചെയ്യിപ്പിക്കും, നമുക്ക് പണിയൊക്കെ എടുക്കാനുണ്ടാവും എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പം നെക്സ്റ്റ് ഇയർ വരുന്ന കുട്ടികൾ മിക്കവാറും ചൂസ് ചെയ്തായിരിക്കും. ഈ ഇലക്ടീവ്സ് സാധാരണ ചൂസ് ചെയ്യുന്നത് നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ടാണ്. ഫസ്റ്റ് ഇയർത്തെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ നോൺ ക്ലിനിക്കൽ ചൂസ് ചെയ്യുക. സെക്കൻഡ് ഇയർത്തെ മാർക്ക് റാങ്കും വെച്ചിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ചൂസ് ചെയ്യുക. അപ്പം നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഏകദേശം മാർക്ക് വേണമല്ലോ നമുക്ക് വിചാരിച്ചൊരു ഡിപ്പാർട്ട്മെന്റ് കിട്ടണമെങ്കിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്താണ് ഓങ്കോ സർജറി എടുത്തത്. എന്തായാലും ഉഷാറായിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെന്തായാലും പ്രത്യേകിച്ച് പറയാനുള്ളത് ഓങ്കോ സർജറിന്റെ ഒരു എക്സ്പീരിയൻസ് ഇതാട്ടോ പറയാനുള്ളത്. കുറച്ച് ദിവസമേ പോകാനുണ്ടല്ലോ, പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം അവിടെ ഒരു മെസ്സും ക്യാൻറ്റീനും ഒന്നും ഉണ്ടായില്ല. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. ആ പോസ്റ്റിങ്ങിൽ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു 4 മണിക്കൂർ ഈ ഫുൾ ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് തന്നെ റിമൂവ് ചെയ്യുന്നത് ക്യാൻസർ വന്നിട്ട്. അപ്പോൾ ആ സമയത്തേക്ക് പറഞ്ഞാൽ കുറേ നേരം നമ്മൾ ഒരു 4 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, 3-4 മണിക്കൂർ എന്തായാലും സർജറി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ വേറെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും നമുക്ക് അവിടെ നമ്മളെ ഒബ്സർവ് ചെയ്യാനും പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മടുക്കും. കാരണം അവർക്ക് ഒന്നും ചെയ്യാനില്ല, അവരിങ്ങനെ OT ഡ്രസ് ഇട്ട് ഇങ്ങനെ ഇരിക്കില്ലായിരിക്കും. ചെയ്യുന്ന ആൾക്കാർക്ക്, അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സമയം പോകുന്ന അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ജസ്റ്റ് നിങ്ങളോട് പറയണം തോന്നി, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത കുറേ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോസ് വരുന്നുണ്ടാകും. അപ്പം ബൈ.